ഹായ് ഫ്രണ്ട്സ്, അസാക്സ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ. അത് ആദ്യം തന്നെ ഒന്ന് പറഞ്ഞോട്ടെ. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ എല്ലാവരും ലൈക്ക് ചെയ്യുന്ന കുറവാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യലും തൊട്ടിട്ട് പോകണേ. ഞാൻ ഇന്ന് അയിലായ കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. 3 അയില വാങ്ങിച്ചു. എന്നാ വിലയല്ലേ മീനിനൊക്കെ. 3 വലിയ അയിലയാണേ. ഞാൻ വിചാരിച്ചു ഇതിൽ ഒരെണ്ണം എടുത്ത് ഒന്ന് മുളകിട്ട് കൂട്ടാൻ വെച്ചാൽ എന്താ. അപ്പം നമുക്കതൊന്ന് കണ്ടാലോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന അയില മുളകിട്ട് വെച്ചത്. നമുക്ക് ആദ്യം ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. പച്ച അയിലയാണ്. ഇപ്പം ട്രോളിംഗ് നിരോധനമായത് കാരണം വള്ളത്തെ പോകുന്നവർ പിടിച്ചോണ്ട് വരുന്ന അയിലയാണ്. നിങ്ങൾക്കിവിടെ കടപ്പുറം അടുത്തുള്ളത് കാരണമേ പച്ച അയില കിട്ടി. വള്ളക്കാര് ഇപ്പൊ കൊണ്ടുവന്ന അയിലയാണ് പറഞ്ഞത്. അതുകൊണ്ടാ 300 രൂപ കൊടുത്താലും വേണ്ടിയില്ല 3 എണ്ണം വാങ്ങിച്ചേക്കാന്ന് കരുതിയത്. ഒരയിലേക്ക് 100 രൂപയാണ് കേട്ടോ വില. മീനെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മളിതെല്ലാം അകത്തെല്ലാം കളഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിൽ വലിയ അയില ഇതാ കേട്ടോ. നമുക്ക് ഇതെടുത്തുനിന്ന് മുളകിട്ട് കൂട്ടാൻ വെക്കാൻ എടുക്കാവേ. അപ്പോൾ നമുക്ക് മുറിച്ചെടുക്കാം. ഞാൻ ഒത്തിരി വലിയ കഷ്ണങ്ങളാക്കുന്നില്ല കേട്ടോ. ചെറിയ ഇടത്തരം കഷ്ണങ്ങളാക്കിയാണ് മുറിക്കുന്നത്. ഞാൻ ഒരയില 5 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. വലിയ അയിലയായിരുന്നു. അപ്പം ഇനി നമുക്കത് മുളകിട്ട് കൂട്ടാൻ വെക്കാം. 2 കഷ്ണം കുടംപുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് ഒരു കുടംപുളി 2ആയിട്ട് മുറിച്ചിട്ട് ഉണക്കിയതാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അലുത്ത് കഴിയുമ്പോൾ നമ്മളത് അടത്തിയെടുക്കുമ്പോൾ ഒരു 3-4 കഷ്ണം കാണും കേട്ടോ. അപ്പോൾ അത് എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ട ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം. അയില മുളകിട്ട് കറി വെക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു 5 ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ് ഇത്. പിന്നെ ഒരു 5 പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്, ചെറിയ പച്ചമുളക്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി, അതിനൊക്കെ 2 തണ്ട് കരിവേപ്പില, ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളത് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലോട്ട് ഒരു 2 സ്പൂൺ ചെറിയ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാവേ. നമുക്കിതിലോട്ടേ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേർക്കാവേ. ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേർക്കാവേ. അതുപോലെ വെളുത്തുള്ളി, പച്ചമുളകും ചേർക്കാം. പിന്നെ നമുക്ക് കരിവേപ്പിലയും കൂടെ ചേർക്കാം. പച്ചമുളകും എല്ലാം കൂടെ നമ്മളിട്ട് വഴറ്റിയത് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ചേർക്കാവേ. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. നമുക്ക് ഉലുവാപ്പൊടി കൂടെ ചേർക്കാവേ. കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. നമുക്കിനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. ലാസ്റ്റ് നമുക്ക് മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. നമുക്ക് ഇത് മൂത്ത് വരുന്നവരെ ഇളക്കുമ്പോഴത്തേക്കും മുളക് പൊടി മൂത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ മുളക് പൊടി കൂടെ ചേർത്ത് ഇളക്കാവേ. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാവേ. മുളക് പൊടി ചേർത്തേ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഉടനെ തന്നെ നമ്മൾ ആ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളിയില്ലേ അത് ചേർക്കാവേ. നന്നായി ഇളച്ചു കേട്ടോ അരപ്പേ. അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് ഈ മീൻ കഷ്ണം പെറുക്കിയിടാവേ. വെന്ത് വരട്ടെ, തിളച്ച് കുറുകി വരട്ടെ. അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കറി റെഡിയായിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. കഷ്ണമെല്ലാം വെന്തു. കണ്ടോ കണ്ടോ കഷ്ണമെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി 1 തണ്ട് കരിവേപ്പില ഒന്ന് കീറി ഇടാവേ. അതുപോലെ സ്വല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാവേ.
അപ്പോൾ നമ്മുടെ മുളകിട്ട് അയിലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.